വായിച്ചാട്ടെ. ആവർത്തനം 4:32. ഐ എം നോട്ട് ഓൾ ദാറ്റ് ഓർഗനൈസ്ഡ്, സോറി. ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ച നാൾ മുതൽ നിനക്ക് മുമ്പുണ്ടായ പൂർവ്വകാലത്തിലും ആകാശത്തിന്റെ ഒരറ്റം തുടങ്ങി മറ്റേ അറ്റത്തോളവും എവിടെയെങ്കിലും ഇങ്ങനെയുള്ള മഹാകാര്യം നടന്നിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ദൈവം നിന്നെ സൃഷ്ടിച്ചു. അവിടെ ദൈവം എന്ന് കൊടുത്തിരിക്കുന്നത് ഏലോഹീം എന്ന പദമാണ്. നിത്യനായ വലിയ ദൈവം നിന്നെ സൃഷ്ടിച്ചു. ഒരളവിൽ ഇത് പിതാവായ ദൈവത്തെ കുറിക്കുന്നതാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 45:18 വായിച്ചാട്ടെ. യെശയ്യാവ് 45:8. ഇതൊക്കെ ആകാശമേ മേലിൽ നിന്ന് പൊഴിക്കുക, മേഘങ്ങൾ നീതിയെ വർഷിക്കട്ടെ, രക്ഷ വിളയേണ്ടതിന് ഭൂമി തുറന്നു വരട്ടെ, അത് നീതിയെ മുളപ്പിക്കട്ടെ, യഹോവയാൽ ഞാൻ അത് സൃഷ്ടിച്ചിരിക്കുന്നു. യഹോവയായ ഞാൻ അത് സൃഷ്ടിച്ചിരിക്കുന്നു. യഹോവ എന്ന് തിരുവചനത്തിൽ പറയുന്നത് ഒത്തിരിയും കൂടെ വ്യക്തമായും പിതാവായ ദൈവത്തെക്കുറിച്ച് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഭൂമിയെ സൃഷ്ടിച്ചത് ആരാ? പിതാവായ ദൈവമാണ്, യഹോവയാ. 2 കൊലോസ് ലേഖനം 1:16 നോക്കിക്കാട്ടെ. കൊലോസ് ലേഖനം 1:16. കൊലോസ് ലേഖനം 1:16. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ അവൻ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, 1-2 വാക്യങ്ങൾ ചേർത്താൽ യഹോവയായ ദൈവമാണിത് സൃഷ്ടിച്ചത്, പിതാവായ ദൈവമാണിത് സൃഷ്ടിച്ചത്. കൊലോസ് ലേഖനം 1:16 യേശു ക്രിസ്തുവാണിത് സൃഷ്ടിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നോക്കാമോ? അവിടെയും യേശുവാ സൃഷ്ടിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 1 മുതൽ 3 വരെ. വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദ്യം ദൈവത്തോടു കൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. സകലതും യേശു ക്രിസ്തു മുഖേന ഉളവായി, ഉളവായതൊന്നും യേശു ക്രിസ്തുവിനെ കൂടാതെ അല്ല. എങ്കിൽ പുത്രൻ തമ്പുരാനാണ് ഇതിനെ സൃഷ്ടിച്ചത്. ഇനിയും നമുക്ക് യോബ് 26:13 വരാം. യോബ് 26:13. അവന്റെ ശ്വാസത്താൽ ആകാശം ശോഭിച്ചിരിക്കുന്നു. അവന്റെ ശ്വാസത്താൽ, ഇംഗ്ലീഷിൽ എങ്ങനെ കൊടുത്തിരിക്കുന്നു നോക്കാം. ഐ ഡു നോട്ട് നോ. ബൈ ഹിസ് സ്പിരിറ്റ്, അത് കറക്റ്റ് തർജ്ജമയാണ്. റൂഹ എന്ന വാക്കാണ് ഇതിന് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അവന്റെ ശ്വാസത്താൽ എന്നതിന് കറക്റ്റ് ട്രാൻസ്ലേഷനാണ് ഇംഗ്ലീഷിൽ ബൈ ഹിസ് സ്പിരിറ്റ്. ദൈവത്തിന്റെ ആത്മാവിനാലാണ് സൃഷ്ടിക്കപ്പെട്ടത്. റൂഹ എന്ന വാക്കിന്റെ അർത്ഥം ആത്മാവെന്നാണ്. സങ്കീർത്തനങ്ങൾ 104:30. സങ്കീർത്തനങ്ങൾ 104:30. നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ റൂഹ, ഇംഗ്ലീഷ് നോക്കാം എന്നാണെന്ന് 104:30. Thou sendest forth thy spirit. Thy spirit. നമ്മളിവിടെ ചിന്തിച്ചു, 1 ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ആരാണ്? പിതാവാ. 2 പുത്രന്. 3 പരിശുദ്ധാത്മാവ. ഏലോഹീം. 3 ഏക ദൈവം. നിത്യനായ പിതാവ് ദൈവമാണോ? ആന്നു, സൃഷ്ടികർത്താവാ. പുത്രനായ യേശു ദൈവമാണോ? ആന്നു, സൃഷ്ടികർത്താവാ. പരിശുദ്ധാത്മാവാം ദൈവം ദൈവമാണോ? ആന്നു, സൃഷ്ടികർത്താവാ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സൃഷ്ടിയിൽ ഒരുമിച്ച് പ്രവർത്തിച്ച സൃഷ്ടികർത്താവാകയാൽ 3 ഏക ദൈവമെന്ന് നാം ഈ ദൈവത്തെ വിളിക്കുന്നു. ട്രയൂൺ ഗോഡ്. ഈ ദൈവമാണ് ഭൂമിയെ സൃഷ്ടിച്ചത്. എന്തിനു വേണ്ടിയാണ് ഭൂമിയെ സൃഷ്ടിച്ചത്? പാഴായിട്ടല്ല, പാർപ്പിനായിട്ടാണ് അതിനെ സൃഷ്ടിച്ചത്. ആർക്ക് പാർക്കാൻ വേണ്ടിയാണെന്നതാണ് ഇനിയും അടുത്ത പ്രശ്നം. ഭൂമി അപ്പിച്ചറിലും തിരിച്ചു വരാമോ? 4 അല്ലേ? ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചത് ആർക്ക് വേണ്ടിയാണ്? ഒരു കൂട്ടം ദൂതന്മാർക്ക് വേണ്ടിയാണ്. യോബിന്റെ പുസ്തകത്തിൽ ദൈവപുത്രന്മാർ ദൈവസന്നിധിയിൽ ഘോഷിച്ച്, യോബിന്റെ 26:1 അല്ലേ? 26 അത് 28 എത്രാമത്തെ വാക്യമാണ്? 38. വായിച്ചാട്ടെ. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ. ത്രിയേക ദൈവത്തിൻ്റെ ചോദ്യമാണ് ഇത്. യോബിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. യോബേ, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? അങ്ങനെയാണെങ്കിൽ ഭൂമിക്ക് ഒരു അടിസ്ഥാനമുണ്ട്. ഞാൻ ഇനി അങ്ങോട്ട് വരാൻ പോവാണ്.
ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നമ്മൾ കണ്ട ഭൂമിയുടെ ആ ആനിമേഷനിൽ കാണിച്ചിരിക്കുന്നതിനകത്തൊരു അടിസ്ഥാനം കാണിച്ചിട്ടുണ്ട്. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം, വിശദമായിട്ട് ഇതിൻ്റെ എടുത്ത് കാണിക്കും മുമ്പേ അതൊന്ന് പ്രൊജക്റ്റ് ചെയ്തായിരുന്നു. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? താവട്ടെ. നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കുക. നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കുക. വായിച്ചു. വായിച്ചു. ഇതിന് അളവുമുണ്ട്, അളവുനൂലുമുണ്ട്. കറക്റ്റ് പിടിച്ചാൽ ഇത് പണിതിരിക്കുന്നത്. ഇത് വെറുതെ പണിതിരിക്കുകയല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡോക്യുമെൻ്ററി കാണാനിടയായി. സാധാരണഗതിയിൽ ഒരു ലോങ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൽ, എനി ഫ്ലൈറ്റ്, ലോങ് ഫ്ലൈറ്റ് പറക്കുക എന്നെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ചെന്നാൽ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കാൻ എനിക്കൊരു കൃപയുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ഓസ്ട്രേലിയക്ക് പോയപ്പോൾ എനിക്ക് ഒട്ടും പ്രാർത്ഥിക്കാൻ ഒക്കാതെ വന്നു. ഉറക്കവും വന്നില്ല. പ്രാർത്ഥിക്കാൻ ഒത്തില്ല, പിന്നെ ഉറങ്ങുന്ന പതിവാണ്. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ ഒക്കാതെ പോകുന്നത്. ഇപ്രാവശ്യം ഇത് രണ്ടും നടന്നില്ല. അന്നേരത്ത് ഞാൻ ചുമ്മാ അതിനകത്ത് ഇരുന്നുണ്ട് ഡോക്യുമെൻ്ററി പിക്ചേഴ്സ് വല്ലതും ഉണ്ടോ എന്ന് ഇങ്ങനെ തപ്പി. ആ ഫ്ലൈറ്റിനകത്ത് എൻ്റർടൈൻമെൻറ്റ് കോളത്തിൽ എവിടെയെങ്കിലും ഡോക്യുമെൻ്ററി പിക്ചേഴ്സ് ഉണ്ടോ എന്ന് തപ്പിപ്പോൾ എനിക്ക് കൃത്യം പോലെ 2 നല്ല ഡോക്യുമെൻ്ററി കിട്ടി. അതെന്നോടുള്ള ദൈവത്തിൻ്റെ കരുണയായിരിക്കും. എനിക്ക് അറിയാതിരുന്ന ചില ഭാഗങ്ങൾ തമ്പുരാൻ കൊണ്ട് കാണിക്കേണ്ടതിന് വേണ്ടിയായിരിക്കാം. 2 ഡോക്യുമെൻ്ററി പിക്ചർ കിട്ടി. അതിനകത്തൊന്നിനകത്ത് പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചും പ്രപഞ്ച ഉൽപ്പത്തിയെക്കുറിച്ചും ഒക്കെ ചില ഭാഗങ്ങളുണ്ടായിരുന്നു. വേറൊന്നിനകത്ത് ഈ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽപ്പെട്ടവർ ശത്രു സംഹാരം നടത്തിയ നാസികളുടെ കാര്യവും മറ്റും ഒരു പിക്ചറും എനിക്ക് കിട്ടി. ഈ പ്രപഞ്ച സൃഷ്ടിയെ